നമസ്കാരം. വിൽപത്രത്തെക്കുറിച്ചും അതിൻ്റെ നിയമസാധുതകളെക്കുറിച്ചും സുപ്രീം കോടതിയുടെ ഒരു പുതിയ വിധി വന്നിട്ടുണ്ട്. പാർവതി നായർത്തി വേഴ്സസ് ലക്ഷ്മി നായർത്തി 21/5/2026 ഈ കേസ് വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ബാബു ആർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു വിധി കേരള ഹൈക്കോടതിയുടെ കഴിഞ്ഞ 2025 നവംബറിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു വിധിയാണ്. അത് പ്രകാരം മറ്റൊന്നുമല്ല, എല്ലാ നിയമപ്രകാരമുള്ള അവകാശികളുടെ ഡീറ്റെയിൽസ് പോക്കുവരവാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ പോക്കുവരവിന് ചെല്ലുമ്പോൾ ഈ വിൽപ്പത്ര പ്രകാരം ലഭിച്ച അവരുടെ നിയമപ്രകാരമുള്ള അവകാശികളുടെ ലിസ്റ്റ് കൊടുക്കണം. അഫിഡാവിറ്റോ ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റോ മറ്റോ കൊടുക്കണം. അത് പ്രകാരം അവർക്ക് നോട്ടീസ് കൊടുക്കണം. അവകാശികൾക്ക് നോട്ടീസ് കൊടുത്ത് ആ അവകാശികൾക്ക് തർക്കമുണ്ടെങ്കിൽ ഇത് 30 ദിവസത്തിനുള്ളിൽ ബോധിപ്പിക്കണമെന്നും, തർക്കമുണ്ടെങ്കിൽ അവർക്ക് സിവിൽ കോടതിയെ സമീപിച്ചിട്ട് കേസ് ഫയൽ ചെയ്യാം. അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അന്തിമ വിധി വരെ പോക്കുവരവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ വിധിയിൽ വന്നിട്ടുള്ളത്. അത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് കൃത്യമായിട്ടും ഒരാൾക്ക് വസ്തു ലഭിച്ചു, ഒരു വിൽപ്പത്ര പ്രകാരം വസ്തു ലഭിച്ചു. പക്ഷേ ആരെങ്കിലും ഒരാൾ ഒരു കേസ് ഫയൽ ചെയ്യുകയാണെങ്കിൽ 5-10 വർഷം ചിലപ്പോൾ ആ കേസ് നീണ്ടു പോവുകയാണെങ്കിൽ അവർക്ക് ഈ വസ്തു ലഭിച്ച ആൾക്ക് കൃത്യമായിട്ടും അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ പേരിൽ പോക്കുവരവ് ചെയ്യാതെ നികുതി അടയ്ക്കാനും പറ്റില്ല. നികുതി അടച്ചില്ലെങ്കിൽ നമുക്കറിയാം ആ ഭൂമിയുടെ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം സാധ്യമല്ല. കാരണം അവർക്ക് ആ നികുതി രസീതി ഇല്ലെങ്കിൽ, ഇപ്പോൾ ആ പ്രോപ്പർട്ടിയിലൊരു വീടുണ്ടെന്ന് വിചാരിക്കുക, ആ വീടൊന്ന് പുതുക്കി പണിയണം, അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെക്കണം, അതിന് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഒരു വായ്പ എടുക്കണം ബാങ്കിൽ കൊടുത്ത്. ഇതൊന്നും തന്നെ ഈ നികുതി രസീതി ഇല്ലാതെ സാധ്യമാകുകയില്ല. പൊസഷൻ സർട്ടിഫിക്കറ്റ് ഇത്തരം കാര്യങ്ങളില്ലാതെ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ പേരിൽ വിൽപ്പത്ര പ്രകാരം ലഭിച്ച വസ്തു നമ്മുടെ പേരിലേക്ക് ആക്കണമെങ്കിൽ കൃത്യമായിട്ടും പോക്കുവരവ് ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. അതൊരു കേസ് ഉണ്ടെങ്കിൽ അത്രയും കാലം അത് സാധ്യമല്ല, വില്ലേജ് ഓഫീസർക്ക് അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ പ്രശ്നം. പക്ഷേ ഇതിനെ രണ്ട് രീതിയിൽ ഇതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം വിൽപ്പത്രത്തിന് ഇതോടുകൂടി നിയമസാധുത ഇല്ലാതായി എന്ന് പലരും പറയുന്നുണ്ട്. അത്തരത്തിലൊരു നിയമസാധുത ഇല്ലാതായിട്ടില്ല. അതാണ് ഈ വിധിയുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ പലരും പറയുന്നുണ്ട് ഇനി മുതൽ വിൽപത്രം ഇനി എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതായത് നിയമപ്രകാരമുള്ള അവകാശികളല്ലാതെ, അല്ലെങ്കിൽ എല്ലാ അവകാശികളും ഉൾക്കൊള്ളിക്കാതെ ഒരു വിൽപത്രം ഉണ്ടെങ്കിൽ അതിന് നിയമസാധുത ഇല്ല എന്നും പലരും പറയുന്നുണ്ട്. അത്തരത്തിലില്ല. അത് ഉറപ്പാക്കുന്നതാണ് ഈ പുതിയ വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഈ സുപ്രീം കോടതി ക്ലാരിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ? ഒന്ന്, ഈ മ്യൂട്ടേഷൻ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്, അതായത് പോക്കുവരവ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിൽപ്പത്രത്തിൻ്റെ നിയമസാധുത തെളിയിക്കുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ അത് വാലിഡേറ്റ് ചെയ്യാനായിട്ട് ഒരു വില്ലേജ് ഓഫീസർക്ക് പോക്കുവരവിലൂടെ സാധ്യമല്ല. അവിടെ പരാതി ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കുന്ന മാത്രമാണ്. പോക്കുവരവ് എന്ന് പറയുന്നത് ആരുടെ പേരിൽ നിന്നാണ് ഇനി മുതൽ നികുതി പിരിക്കേണ്ടത്, ആ റെക്കോർഡ്സ് മാത്രമാണ് അവിടെ ആളുടെ പേരിലേക്ക് മാറ്റപ്പെടുന്നുള്ളൂ. അല്ലാതെ ഒരു വിൽപ്പത്രത്തിൻ്റെ നിയമസാധുതയെ യാതൊരു കാരണവശാലും ഒരു മ്യൂട്ടേഷൻ പ്രോസസ്സിലൂടെ ചാലഞ്ച് ചെയ്യാനോ വ്യക്തമാക്കാനോ സാധ്യമല്ല. അത്തരത്തിൽ ആർക്കെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് ഒരു സുപ്രീം കോടതി അല്ലെങ്കിൽ ഒരു സിവിൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് മാത്രമേ അത് സാധ്യമുള്ളൂ. അത് പോക്കുവരവ് ഒരിക്കലും ഒരു വിൽപ്പത്രത്തിൻ്റെ വാലിഡിറ്റി നിശ്ചയിക്കുന്ന ഒരു പ്രക്രിയയല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ കേസ് എന്താണ് എന്നൊന്നും നമുക്ക് നോക്കാം. ഈ സുപ്രീം കോടതിയുടെ പുതിയ കേസ് എന്താണ്? അപ്പോൾ ഇത് ഷീന നായരി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ, ഇത് കർണാടകയിൽ ഉള്ളൊരു, നമ്മൾ നായരി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളതല്ല, അത് കർണാടകയിലെ ഒരു കേസാണ്. അപ്പോൾ ഷീന നായരി എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളൊക്കെ അയാൾക്കുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പേരിലേക്കാണ് സ്വത്ത് കൈമാറ്റം ചെയ്തത് ഈ വിൽപ്പത്രത്തിലൂടെ. ആ വിൽപ്പത്രം രജിസ്റ്റേർഡും ആയിരുന്നില്ല എന്നുള്ളത് നോക്കണം. അപ്പോൾ ഇതിനെ ഭാര്യയും മക്കളും, ഇതാൾ മരിച്ചതിന് ശേഷം ഇത് വാലിഡായി, ഇത് പ്രാബല്യത്തിൽ വന്നു, വിൽപ്പത്രം പ്രാബല്യത്തിൽ വന്നു, സഹോദരിക്ക് വസ്തുക്കൾ കിട്ടുകയാണ്. ഇതിനെ ഇവർ ചാലഞ്ച് ചെയ്യുകയാണ്, ഈ ഭാര്യയും മക്കളും ഒഴിവാക്കിക്കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്, ഇതൊരു നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രയൽ കോർട്ടിനെ സമീപിക്കുന്നു. ട്രയൽ കോർട്ട് ഇവരുടെ കേസ് തള്ളിക്കളയുന്നു.
അതായത് ഈ വിൽപ്പത്രം ജെനുവിനാണ്. ആ വിൽപ്പത്രം ഒരു റദ്ദ് ചെയ്യണമെങ്കിൽ സിവിൽ കോടതിക്ക് അത് ഒന്നുകിൽ അത് ഫ്രോഡുലൻ്റായിട്ട് ചെയ്തതാണോ, ആരുടെയെങ്കിലും ഭീഷണിയുടെ പുറത്ത് സ്വമേധയല്ല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ തെളിയിച്ചാൽ മാത്രമേ അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ ഒരു സിവിൽ കോടതിക്ക് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ സിവിൽ കോടതിയിൽ ഇവരുടെ കേസ് തള്ളി, ഭാര്യയുടെയും മക്കളുടെയും കേസ് തള്ളിപ്പോയി. അതിനുശേഷം ഇവർ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. അവസാനം സുപ്രീം കോടതി വരെ എത്തി. അവസാനം സുപ്രീം കോടതിയും ഇതെല്ലാം ശരിവെച്ചു. താഴെ കോടതിയുടെ വിധി ശരിവെക്കുകയാണ് ഉണ്ടായത്. അതായത് ഈ വിൽപ്പത്രം നിലനിൽക്കുന്നതാണ്, ഇത് റദ്ദ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ഭാര്യയും മക്കളും ഒഴിവാക്കി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരിക്കലും ഒരു വിൽപ്പത്രത്തെ റദ്ദ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു വിധിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു വിൽപ്പത്രം തയ്യാറാക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് ഇതിൽ പറയും. ഇതിൽ മുമ്പ് പല വിധികളിലും സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതൊന്നും കൂടെ അടിവരയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ട കാര്യങ്ങൾ, റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു വിൽപ്പത്രം തയ്യാറാക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ളതാണ് സുപ്രീം കോടതി. ആ പോയിന്റ്സ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾ ഒരു വിൽപ്പത്രം തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ തയ്യാറാക്കുകയാണെങ്കിൽ യാതൊരു കാരണവശാലും അത് ആരുടെ പേരിൽ വിൽപ്പത്രപ്രകാരം സ്വത്ത് കൊടുക്കാൻ ആഗ്രഹിച്ചാലും അതിനെ റദ്ദ് ചെയ്യാൻ കോടതിക്ക് സാധ്യമാകില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അത് വോളണ്ടറിലി സ്വമേധയാ ചെയ്യണം. മറ്റൊരാളുടെ പ്രേരണ കൂടാതെ ഭീഷണിക്കോ മറ്റോ വഴങ്ങാതെ ചെയ്തതായിരിക്കണം ഒരു വിൽപ്പത്രം എന്നുള്ളതാണ് പ്രധാന പോയിന്റ്. അതുപോലെ ചെയ്യുന്ന സമയത്ത് ഈ ടെസ്റ്റേറ്റർ, അതായത് എഴുതി കൊടുക്കുന്ന ആൾ, വിൽപ്പത്രം രജിസ്റ്റർ ഒപ്പിടുന്ന ആൾ, ടെസ്റ്റേറ്റർ എന്ന് പറയുന്ന ആൾ ആ സമയത്ത് സൗണ്ട് മൈൻഡ് ആയിരിക്കണം. മെൻ്റൽ കണ്ടീഷൻ, ആൾക്ക് ഓർമ്മക്കുറവോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലായിരിക്കണം ആൾ സ്വമേധയാ ഇത് ഒപ്പിടുന്നത്. അതുപോലെ 2 വിറ്റ്നസ് നിർബന്ധമാണ് ഇതിൽ. അപ്പോൾ ആ വിറ്റ്നസ്സിൻ്റെ വിശ്വാസ്യതയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വിൽപ്പത്രം തെളിയിക്കുന്നതിൽ, അല്ലെങ്കിൽ റദ്ദ് ചെയ്യാനുള്ള പരാതികളൊക്കെ വരുമ്പോൾ അവരുടെ ട്രസ്റ്റ് വർത്തിനെസ് അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2 വിറ്റ്നസ് വേണം. ഈ 2 വിറ്റ്നസ്സിൽ ഒരാളെങ്കിലും എന്നാണ് പറയുന്നത്. 2 പേരും കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ തയ്യാറാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ഒരാളെങ്കിലും അവിടെ സാക്ഷി പറയാൻ വന്നിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഈ ടെസ്റ്റേറ്റർ സൈൻ ചെയ്യുന്നത് ഇവർ കണ്ടിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഇവർ സൈൻ ചെയ്യുന്നത് ടെസ്റ്റേറ്ററും കണ്ടിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇത് വിറ്റ്നസ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും കുറച്ചും കൂടി യങ്ങറായിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള വിറ്റ്നസ്സുകളെ വേണം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ. കാരണം ഇത് നാളെ എന്നാണ് ഈ കേസുകളൊക്കെ വരിക എന്നറിയില്ല. ആ സമയത്ത് കോടതിയിലേക്ക് വരാനും കൃത്യമായിട്ട് അവരുടെ തെളിവ് അവിടെ കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള വിറ്റ്നസ്സുകളെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുമാണ്. അതുപോലെ മറ്റൊരു പോയിന്റ് ഈ കോടതി വിധിയിൽ വരുന്നത്, രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണോ എന്നുള്ളത്. നിർബന്ധമായും ഒരു വിൽപ്പത്രം രജിസ്റ്റർ ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. അത് വിൽപ്പത്രം ഒരിക്കലും രജിസ്ട്രേഷൻ നിർബന്ധമല്ല എന്നുള്ളത് തന്നെയാണ് ഈ വിധിയിലും കോടതി ഉറപ്പിച്ചു പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഒരു രജിസ്റ്റർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചിട്ട് ഒരു പ്രിസ്യൂംഷൻ ഉണ്ട്. അതായത് രജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ് എല്ലാം ഒരു ജെനുവിൻ ഡോക്യുമെൻ്റ് ആണെന്നുള്ളൊരു പ്രിസ്യൂംഷൻ ഉണ്ട്. അങ്ങനെ പ്രിസ്യൂംഷൻ വരുമ്പോൾ കോടതിയുടെ മുമ്പിൽ ഒരു രജിസ്റ്റേർഡ് ഡോക്യുമെൻ്റ് വരുമ്പോൾ ആരാണോ അത് ജെനുവിൻ അല്ല, അതൊരു ഫ്രോഡുലൻ്റ്ലി അല്ലെങ്കിൽ ഉണ്ടാക്കിയതാണ് എന്ന് ആരോപിക്കുന്ന ആൾ പിന്നെ തിരിച്ച് തെളിയിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുവരെ സേഫാണ്, ഒരു ജെനുവിൻ ഡോക്യുമെൻ്റ് തന്നെയാണെന്നാണ് കോടതി അതിനെ ധരിക്കുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ രജിസ്ട്രേഷൻ നിർബന്ധമല്ല. രജിസ്റ്റർ ചെയ്യാത്ത വിൽപ്പത്രവും വാലിഡ് ആണ്. അതുപോലെ രജിസ്റ്റർ ചെയ്യാത്തതൊക്കെ പോക്കുവരവിനൊക്കെ നമ്മൾ പോകണമെങ്കിൽ കോടതിയിൽ വീണ്ടും പ്രൊബേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ലെറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ വഴിയൊക്കെ കോടതിയുടെ ഒരു ഓർഡർ മേടിക്കേണ്ടതായിട്ടുണ്ട്. രജിസ്ട്രേഡ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് രജിസ്റ്റേർഡ് ബില്ല് പോക്കുവരവിനൊക്കെ കൊടുക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. ഇനി രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും അത് ഇൻവാലിഡ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ മറ്റൊരു പോയിന്റ് ഇവിടെ വരുന്നത്, നാച്ചുറൽ ഹെയർസിന്, അതായത് ഭാര്യ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് മക്കൾ അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കിയാൽ അത് ഇൻവാലിഡ് ആവുമോ എന്നുള്ളതാണ്. അത് ഇൻവാലിഡ് ആവില്ല, അത് വാലിഡ് ആയിട്ടുള്ള ബില്ല് തന്നെയാണ്. അതായത് ഒരു ടെസ്റ്റേറ്റർ എന്ന് പറയുന്ന ആൾ നമ്മളുടെ സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വിഷാണ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് കൊടുക്കാനുള്ള നിയമം ഇപ്പോഴും അത് പ്രാബല്യത്തിലുള്ളതാണ്. അതിനെ റദ്ദ് ചെയ്യാനായിട്ട് പറ്റില്ല.
ഭാര്യയും മക്കളും അല്ലാത്ത അല്ലെങ്കിൽ നാച്ചുറൽ ഹെയേഴ്സ് അല്ലാത്ത അവകാശികളല്ലാത്ത സ്വാഭാവിക അവകാശികളല്ലാത്ത ആർക്കെങ്കിലും കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഒരു വിൽപത്രവും ഇൻവാലിഡ് ആക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഇവിടെ കോടതി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഇവരെ ഇങ്ങനെ നാച്ചുറൽ ഹെയർസിനെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ വിൽപത്രത്തിൽ അതിനുള്ളൊരു കാരണം, റീസൺ, എന്തുകൊണ്ട് ഇവരെ ഒഴിവാക്കി മറ്റൊരാൾക്ക് ഞാൻ കൊടുക്കുന്നു എന്നുള്ളൊരു കാരണം വ്യക്തമായി പറയുകയാണെങ്കിൽ കോടതിയിൽ മുമ്പിൽ വരുന്ന ആ സംശയങ്ങൾ ഒഴിവാക്കാനായിട്ട് അത് സാധിക്കും. അപ്പോൾ അത് അത്തരത്തിൽ കാര്യങ്ങൾ നമ്മൾ ഈ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ കോടതി പറയുന്നത് എന്തൊക്കെ തരത്തിലാണ് ഒരു കോടതിയുടെ മുമ്പിൽ തർക്കം വരുമ്പോൾ, വിൽപത്രത്തിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഒരു കേസ് വരുമ്പോൾ കോടതിക്ക് എന്തൊക്കെയാണ് സസ്പീഷ്യസ് ആയിട്ട് തോന്നാനുള്ള സാഹചര്യങ്ങൾ എന്നും കൂടെ കോടതി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയുന്നത്, എപ്പോഴും ഇത്തരം കേസുകൾ തർക്കിക്കുമ്പോൾ വരുന്ന ഒരു ഡിഫൻസ് എടുക്കുന്ന അല്ലെങ്കിൽ ചാലഞ്ചിങ്ങിന് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, ഷെയ്ക്കി ആയിട്ടുള്ള സിഗ്നേച്ചറുകളൊക്കെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു 1, 2, 3 പേജസിലായിരിക്കും ഇപ്പോൾ ഒരു വിൽപത്രം തയ്യാറാക്കുന്നത്. ഈ വിൽപത്രത്തിൻ്റെ ഓരോ പേജുകളിലും സിഗ്നേച്ചറുകൾ പല രീതിയിലൊക്കെ ആയിക്കോട്ടെ. ചിലപ്പോൾ അത് നാച്ചുറലി കാഷ്വലായിട്ട് ഇട്ടപ്പോൾ വന്നതായിരിക്കാം. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം ചാലഞ്ചസ് വരുമ്പോൾ കോടതിയുടെ മുമ്പിൽ 2-3 തരത്തിലുള്ള വന്നു കഴിഞ്ഞാൽ കോടതി അതിനെ സംശയാസ്പദമായിട്ട് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതിനെ പിന്നെ നമ്മൾ വീണ്ടും അതിനെ ഉറപ്പിച്ച് അത് അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യതയൊക്കെ വരും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ ഒപ്പിടുമ്പോൾ തന്നെ അത് ഷെയ്ക്കി അല്ലാത്ത ഒരേപോലെയുള്ള സിഗ്നേച്ചറുകളാണ് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഒരു സംശയമുണ്ടാക്കുന്ന സാഹചര്യമാണ് ഈ സിഗ്നേച്ചറിൻ്റെ കാര്യം എന്നാണ് കോടതി പറയുന്നത്. മറ്റൊന്ന്, നമ്മളിപ്പോൾ ഫിസിക്കലായിരുന്നാലും സൗണ്ട് മൈൻഡ് സെറ്റ് ആയിരുന്നാലും ഒക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ആരോഗ്യവാനായിരുന്നു ഒന്നുള്ളത്. അതായത് മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുത്ത് സ്വമേധയാ തീരുമാനമെടുക്കാനുള്ള മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും ഇത് ഒപ്പിടാനുള്ള, ഇപ്പോൾ നമ്മൾ പറയുന്നത് ചിലപ്പോൾ ഇന്ന സ്ഥലത്ത് പോയി ഒപ്പിട്ടു എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ആ അവിടെ പോയി ഒപ്പിടാനുള്ള മാനസികവും ശാരീരികവുമായ അവസ്ഥ നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിലൊക്കെ ഒരു തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് മാറും. അപ്പോൾ അതൊക്കെ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ ബെനിഫിഷ്യറി ആർക്കാണോ ഇത് കിട്ടുന്നത് അയാളുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് ഈ വിൽപത്രം തയ്യാറാക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് കോടതിയുടെ മുമ്പിൽ ഒരു ആരോപണം വരികയാണെങ്കിൽ അതൊരു സസ്പീഷ്യസ് സാഹചര്യമായി മാറും, സംശയാസ്പദമായിട്ടുള്ള വരും. അപ്പോൾ അതിനെ നമ്മൾ മറികടന്നിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടത് നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഈ അൺനാച്ചുറൽ ഡിസ്പോസിഷൻ എന്ന് പറയുന്നത്. അതായത് ഭാര്യ, മക്കൾ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള അവകാശികൾക്ക് അല്ലാത്ത ആളുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ അതൊരു സസ്പീഷ്യസ് ആയിട്ടാണ് കോടതി ആദ്യത്തെ നിഗമനം വരുന്നത്. പക്ഷേ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ആ വിൽപത്രത്തിൽ തന്നെ അതിനുള്ള കാരണങ്ങൾ എഴുതി വയ്ക്കുകയാണെങ്കിൽ ആ സംശയം ഒഴിവാക്കാനായിട്ട് കോടതിക്ക് പറ്റും. അതുപോലെ തന്നെ വിറ്റ്നസ്സിൻ്റെ, ഇപ്പോൾ ഒരു വിറ്റ്നസ്സെങ്കിലും വന്ന് സാക്ഷി പറയണം, എങ്കിലേ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ മുമ്പിൽ വെച്ചാണ് ഇയാൾ ഒപ്പിടുന്നത്, ഞാൻ കണ്ടു അയാൾ ആ സമയത്ത് വളരെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഇത് ഒപ്പിടാൻ പാകത്തിനുള്ള ഒരാളായിരുന്നു എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പക്ഷേ ഈ വരുന്ന വിറ്റ്നസ്സിൻ്റെ ഒരു വിശ്വാസ്യത കോടതിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ ഒരു കോടതിയിൽ അങ്ങനെ കൊണ്ട് ഹാജരാക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യത ഇല്ലാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് വാലിഡ് ആയിട്ടൊരു വില്ല് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരു ചെക്ക് ലിസ്റ്റ്, അതാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് വളരെ ശ്രദ്ധിച്ച്, ഞാൻ നേരത്തെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഒരു കോടതിക്ക് സസ്പീഷ്യസ് ആകുന്ന സാഹചര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ലീഗൽ ഡ്രാഫ്റ്റിംഗ് വേണം. അതിന് അറിയുന്ന ആളുകളെ കൊണ്ട് തന്നെ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ആളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് തെളിയിക്കാൻ ഏറ്റവും നല്ലത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ അത് എന്നാണോ എക്സിക്യൂട്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നത് അന്നത്തെ ദിവസം ഒരു ഡോക്ടറെ കയ്യിൽ നിന്ന് ഡോക്ടറെ കണ്ടതിന് ശേഷം ആളുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചൊക്കെയാണെങ്കിൽ അത് ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ അത് ഹാജരാക്കിയാൽ അന്ന് അതൊരു നല്ലൊരു തെളിവാണല്ലോ. ഡോക്ടർ വേണമെങ്കിൽ സാക്ഷിയാക്കിയിട്ടും കൊണ്ടുവരാം, അന്ന് ഞാൻ പരിശോധിച്ച ആളാണ്, അന്ന് ആൾ നല്ല
സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എല്ലാ കാര്യങ്ങളും കൃത്യമായിരുന്നു എന്നുള്ളത് തെളിയിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഒപ്പിടുമ്പോൾ എല്ലാ പേജിലും ഒപ്പിട്ടിട്ടുള്ളതോ വളരെ കൃത്യമായിട്ട് ഒപ്പിട്ടിട്ടുണ്ടോ, നമ്മളിപ്പോൾ ബാങ്കിൽ ചെക്കൊക്കെ കൊടുക്കുമ്പം മാറിപ്പോയി കഴിഞ്ഞാൽ അത് മുടങ്ങി പോകുമല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിച്ചായിരിക്കും ഒപ്പിടുക. അതേപോലെ തന്നെ വളരെ കാഷ്വലായിട്ട് ഇടാതെ വളരെ ശ്രദ്ധാപൂർവം ഓരോ ഒപ്പുകളും ഇടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള സാധനം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധാപൂർവം എവിടെയെങ്കിലും എടുത്ത് വെക്കേണ്ടതാണ്. അതുപോലെ ഇപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതൊരു തെളിവാണല്ലോ. അപ്പോൾ നാളെ ഇത് ഒപ്പിടുന്നത് സാക്ഷികളും അവരുടെ മുമ്പിലൊക്കെ വെച്ച് ഒപ്പിടുന്നത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിജിറ്റൽ എവിഡൻസ് കൂടിയാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമുക്ക് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്കും ഓരോരോ ഭാഗങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള വിൽപ്പത്രങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. കുറേ സ്വത്തുക്കളൊക്കെ ഉള്ള ആളുകൾ ഇന്ന സ്വത്ത് ഇന്ന ആൾക്ക്, ഇന്ന സ്വത്ത് ഇന്ന ആൾക്ക് എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഈ പറയുന്ന ടെസ്റ്റേറ്ററുടെ ആവശ്യം എന്താണോ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത് അതിനെ വളരെ ശ്രദ്ധാപൂർവം ഓരോരുത്തർക്കും എക്സിക്യൂട്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കൊരു എക്സിക്യൂട്ടറെ ഇതിൽ അപ്പോയിൻ്റ് ചെയ്യാം. ഈ എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ സ്വത്ത് കിട്ടുന്ന ഒരു ബെനിഫിഷ്യറി ആവണമെന്നില്ല, അല്ലാത്ത ആരെങ്കിലും വേണം വെക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ഒരു അഭിഭാഷകനെയോ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടീനെ വേണമെങ്കിൽ എക്സിക്യൂട്ടറായിട്ട് ഇതിൻ്റെ അകത്ത് വെക്കാം. അപ്പോൾ ആ എക്സിക്യൂട്ടർക്ക് കൃത്യമായിട്ട് അയാളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ള വിൽപത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കോടതി വിധിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം, നമുക്ക് ആഗ്രഹമുള്ള വസ്തു, നമ്മളുടെ വസ്തു നമുക്ക് ആഗ്രഹമുള്ള ആരുടെ പേരിലും വിൽപത്രത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ കോടതി വിധി. വിൽപത്രത്തിൻ്റെ വാലിഡിറ്റി യാതൊരു വക കുറച്ചിലും സംഭവിച്ചിട്ടില്ല. വിൽപത്രം എഴുതുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ പോക്കുവരവുമായി ബന്ധപ്പെട്ടുള്ള ചില തടസ്സങ്ങൾ അവിടെ നിൽപ്പുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വിൽപത്രത്തിൻ്റെ വാലിഡിറ്റിക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളും ഇന്നും നിലനിൽക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിലെ കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.